എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ലഹരി തന്നെയാണ് ഇന്നത്തെ കാർട്ടൂണിൻ്റെ വിഷയം. കേരളത്തിലിപ്പം ലഹരിക്കെതിരായിട്ട് ആണ് കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ലഹരിക്കെതിരായിട്ട് എന്ത് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോഗ്യം. ലഹരിക്കെതിരായിട്ട് കൂട്ടയോട്ടം, ലഹരിക്കെതിരായിട്ട് മനുഷ്യച്ചങ്ങല, ലഹരിക്കെതിരായിട്ട് മറ്റേ യോഗങ്ങൾ, മറ്റേ റാലികൾ, മറ്റേ ഫ്ലാഷ് മോബ്, അങ്ങനെ ലഹരിക്കെതിരായിട്ട് നടക്കാത്ത ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ലഹരിക്ക് ഒരു ശകലമെങ്കിലും നാണമുണ്ടെങ്കിൽ ലഹരിയൊക്കെ പണ്ടേ ഈ നാട് വിട്ടു പോയത്. അതുപോലെ ഒരു കൂട്ടർ ഒന്നും ചെയ്യാനില്ലെങ്കിൽ മറ്റേ ലഹരിക്കെതിരെ ഒരു 10 കോക്കറെങ്കിലും കാണിക്കും. അപ്പം ലഹരി നാട് വിട്ടു പോകും. ഇങ്ങനെ ഈ ലഹരിക്കെതിരെ അർത്ഥമില്ലാത്ത ഓരോരോ കോപ്രായങ്ങളിങ്ങനെ നാട് മുഴുവൻ നടക്കുകയാണ്. അപ്പം ഇന്നാണെന്ന് തോന്നുന്നു എക്സൈസ് മന്ത്രിയുടെ ഫോണിൻ പ്രോഗ്രാം ലഹരിക്കെതിരായിട്ട്. തമാശ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെയൊക്കെ എന്തുവാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ നാട് മുഴുവൻ ലഹരി ഒഴുക്കിയിട്ട് ഇപ്പോഴും പുതിയൊരു മദ്യക്കമ്പനി കൊണ്ടുവരാനായിട്ട് നഖശികാന്തം പോരാടുന്ന എക്സൈസ് മന്ത്രിയുടെ ഫോണിൻ പ്രോഗ്രാമാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളും ആളുകളും ഈ മന്ത്രി പൊങ്കവനെ വിളിച്ച് ചോദിക്കണം, ഞാൻ ഇനി ലഹരി ഉപയോഗിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ലഹരിക്കെതിരെ വിവരം കൊടുക്കുന്ന ആൾക്കാരുടെ വിവരം രഹസ്യമായിട്ട് സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് നമ്പർ മുമ്പ് കുറച്ച് നാൾ മുമ്പ് കൊടുത്താണ്. എന്നിട്ട് ഇതിനെതിരെ ആരെങ്കിലും ഈ ലഹരിയുടെ ഒരു അറിവ് എക്സൈസിന് പറഞ്ഞു കൊടുത്താൽ ഇവരിൽ നിന്ന് തന്നെ ആ വിവരം ഈ ലഹരിയുടെ മാഫിയയ്ക്ക് കിട്ടും. അവർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റേ വകവരുത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഗവൺമെൻറ് വല്ലതും ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള അവസ്ഥ. ഇപ്പോൾ അടുത്ത ദിവസം കണ്ട് മുഖ്യമന്ത്രിയുടെ യോഗമുണ്ട്. അതിനേക്കാളും മഹാതമാശ. മുഖ്യമന്ത്രി മറ്റേ പുലിയിറങ്ങിയാൽ ഉടനെ യോഗം കൂടി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചിരിച്ചു പോയി. ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ലഹരിക്കെതിരെ മറ്റേ ചർച്ച എന്തെല്ലാം നടപടി കൈക്കൊള്ളാമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഇത്രയും വർഷമായി പീരീഡ് കഴിയാറായി. അപ്പോഴാണ് ലഹരിക്കെതിരെ മീറ്റിംഗ് കൂടുന്നത്, എങ്ങനെ നിരോധിക്കുക എന്നുള്ളതിനെ പറ്റി. ഇപ്പോഴുള്ള എക്സൈസിനും പോലീസിനും ഒക്കെ യഥാർത്ഥ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ പുഷ്പം പോലെ പിടിക്കും. പക്ഷേ ഇവരെല്ലാം നേതാക്കന്മാരുടെ മക്കളും പാർട്ടി പ്രവർത്തകരുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരെ വല്ലതും പിടിക്കാൻ പറ്റുമോ? അവരെ പിടിച്ച് ഇവരുടെ തൊപ്പ് കയറിക്കുക അല്ലെങ്കിൽ സ്ഥലം മാറ്റമാണ്. അതുകൊണ്ട് ഇവരെല്ലാം തഴിച്ച് വളരെയാണ്. ഇതൊന്നും അറിയാൻ മേലാത്ത പൊടി കുഞ്ഞല്ലേ ഇവരൊക്കെ, മന്ത്രിമാരൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു കാരണം, ഈ എക്സൈസ് മന്ത്രിയുടെ ഫോൺ പ്രോഗ്രാമും മുഖ്യമന്ത്രിയുടെ യോഗവും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷപ്പെട്ട ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു കാർട്ടൂൺ വരയ്ക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് നല്ല വിജയത്തിലെത്തിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഈ മറ്റേ കറണ്ട് പൊളിറ്റിക്സ് അന്നേരം തന്നെ വിശകലനം ചെയ്ത് ഒരു കാർട്ടൂണാക്കി അവതരിപ്പിക്കുന്ന ഏക ചാനൽ ഇത് മാത്രമേ ഉള്ളൂ, ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയാണ്. അപ്പോൾ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ കാർട്ടൂണിലേക്ക് കാണാം. ഇത്തവണ റഫ് ഇട്ടിട്ടില്ല. നമുക്ക് റഫ് ഇടുന്നത് തൊട്ട് കാണാം. ആദ്യമായിട്ട് നമുക്ക് റഫ് ഇടാം. ലഹരി എന്നൊരു ഭീകര സത്വതയാണ് നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്നത്.
ഇതാണ് കാർട്ടൂണിൻ്റെ റഫ്. ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ലഹരിക്കെതിരെ മന്ത്രിയുടെ ഫോണിൻ പ്രോഗ്രാം കണ്ടിട്ട് ചിരിക്കുന്ന ലഹരിയാണ് നമ്മൾ കാണുന്നത്. ലഹരിക്ക് ചിരിയടക്കാൻ പറ്റുന്നില്ല. മന്ത്രിയുടെ ലഹരി വിരുദ്ധ ഫോണിൻ പ്രോഗ്രാമും കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ ലഹരി മാഫിയാണിത്. അപ്പോൾ ഈ ആഴ്ചയിലെ കാർട്ടൂൺ വീഡിയോ ഇന്ന് വിടവാങ്ങുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.